ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ കൊണ്ടുള്ള ഒരു നഗറ്റ്സിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ നഗറ്റ്സ് അതുപോലെ ഫിഷ് നഗറ്റ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെമ്മീൻ കൊണ്ട് എങ്ങനെയാണ് നഗറ്റ്സ് ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് മറ്റ് നഗറ്റ്സിനേലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ചെമ്മീൻ കൊണ്ടുള്ള നഗറ്റ്സ്. ഇത് സ്നാക്കായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു മീലായിട്ടും വെജിറ്റബിളിൻ്റെ ഒക്കെ കൂടെ കഴിച്ച് ഒരു മീലായിട്ടും നമുക്കിത് കഴിക്കാം. രുചി കൂടും തോറും ഊർജത്തിൻ്റെ അളവും കൂടും കേട്ടോ. അതുകൊണ്ട് ചെമ്മീൻ നഗറ്റ്സ് കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കണം. ഇതിൽ ഒത്തിരി കാലറി ഊർജ്ജം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പീസ് ഒരാൾക്ക് കഴിച്ചാൽ മതിയാകും. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 ടൈഗർ പ്രോൺ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ചെമ്മീൻ ഉപയോഗിക്കാം. കുക്കിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഈ ചെമ്മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതറിയുന്നവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. നമ്മളുടെ ഇതൊരു ചെമ്മീൻ എടുത്തിട്ട് ഈ തലയുടെ അറ്റം ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ അറ്റത്തൊന്ന് കട്ട് ചെയ്ത് കളയുക. ഇനി ഇതിൻ്റെ വാല് ഭാഗം കുറച്ച് കയറ്റി വെട്ടണം, അല്ലാതെ ഇറക്കി വെട്ടിയാലും നമുക്കിത് പൊളിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഭാഗം ചെമ്മീത്തിൻ്റെ ഭാഗത്തോട് ചേർത്ത് വെട്ടിക്കളയുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഇതുപോലുള്ള ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ കളഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഇതിൻ്റെ സ്കിന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ തോട് പൊളിച്ച് കളയാം. തലയിലെ തോട് പിന്നീട് പൊളിക്കാം. അതിൻ്റെ അരികിലുള്ള ഭാഗത്തു നിന്ന് നമ്മൾ ഇതുപോലെ താഴത്തുനിന്ന് പൊളിച്ച് കൊടുക്കുക. അറ്റം വരെ പൊളിച്ചതിന് ശേഷം നമുക്ക് ഈ തോട് അടർത്തി മാറ്റാം. വാലിൻ്റെ അറ്റത്തുനിന്ന് പതിയെ ഒന്ന് പുറകിലേക്ക് വലിച്ചാൽ മുഴുവനായിട്ട് നമുക്ക് കിട്ടും. വാലിൻ്റെ അറ്റം പോകുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒന്നുകൂടി അറ്റത്തെ ഭാഗം ഒന്ന് പൊളിച്ചു കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതിൻ്റെ ബോഡിയിലെ തോട് മുഴുവനും നമുക്ക് അടർത്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തലയിലെ തോടും കൂടി കളയാം. തലയുടെ ഒരു സൈഡിൽ നിന്ന് ഇതിങ്ങനെ പൊളിച്ചെടുത്താൽ വേഗത്തിൽ കിട്ടും. കണ്ടോ, വളരെ എളുപ്പത്തിൽ തലയിലെ തോടും കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ താഴത്ത് കുറച്ച് കട്ടിയുള്ള ഭാഗമുണ്ട്. അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഒരു കത്രിക ഉപയോഗിച്ച് അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലെ ഭാഗത്ത് തൊട്ടടിയിൽ തന്നെ ഇതിൻ്റെ സ്റ്റമക്ക് ഉണ്ടാവും, വയറ് ഭാഗം, അതിൻ്റെ ഭക്ഷണമൊക്കെ ഇരിക്കുന്ന ഭാഗം. അവിടെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തടയുകയാണെങ്കിൽ അവിടെ നമുക്ക് തടയാൻ കിട്ടും. എന്തോ തടയുന്നത് പോലെ തോന്നും. അതിങ്ങനെ കിള്ളിയെടുത്താൽ അതിൻ്റെ ഉള്ളിലെ അതിൻ്റെ ഭക്ഷണം ഇരിക്കുന്ന ഭാഗം നമുക്ക് കിട്ടും. കണ്ടോ, ഇതാണ് അതിൻ്റെ ഭക്ഷണം ഇരിക്കുന്ന ഭാഗം, സ്റ്റമക്ക്. ഇതിനകത്ത് പക്ഷേ ഭക്ഷണമൊന്നുമില്ല, അതിനൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ എടുക്കുമ്പോഴേക്കും നിറയെ കറുത്ത നിറത്തിലുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ മുതുക് ഭാഗം ഒന്ന് പതിയെ വരഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലെ കുടലെന്ന് പറയും, അതെടുത്ത് കളയാം. ഞരമ്പെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ചെമ്മീത്തിൻ്റെ കുടലാണത്. അതിൽ നിറയെ അതിൻ്റെ ഭക്ഷണ സാധനങ്ങളായിരിക്കും. നമ്മളിത് പതിയെ പൊളിച്ചിട്ട് ഇതുപോലെ എടുത്ത് കളയാം. ഈ കുടലിലും ഭക്ഷണം ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ നിറച്ചും കറുത്ത നിറത്തിൽ അഴുക്കുണ്ടാവും. ഇത് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് ദഹന സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിച്ചാൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരില്ല. ഇനി നമ്മളിതൊന്നുകൂടി ഡീപ്പായിട്ട് വരഞ്ഞു കൊടുക്കുക. അപ്പുറത്തെ ഭാഗം കട്ട് ചെയ്ത് പോകാതെ കത്തി കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഡീപ്പായിട്ട് വരിക. നമ്മൾ മീനൊക്കെ ഉണക്കാൻ വേണ്ടി വരിയില്ല, അതുപോലെ പൊളിച്ചെടുക്കുക. ഇത് മറ്റേ ഭാഗം കട്ട് ചെയ്ത് പോകാത്ത വിധത്തിൽ വരഞ്ഞെടുക്കുക. എന്നിട്ടൊന്ന് വിടർത്തിയെടുക്കുക. ഇതുപോലെ തലയുടെ ഭാഗം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബോഡി പാർട്ട് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഇതിൻ്റെ പുറഭാഗം ഒന്നും കട്ട് ചെയ്ത് പോയിട്ടില്ല. കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചെമ്മീനും ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്ത് ഇതുപോലെ വരഞ്ഞ് വിടർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനുള്ള ചേരുവകൾ എടുക്കാം. ഈ പൊളിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനെല്ലാം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് അല്ലെങ്കിൽ പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക്
1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. ഇതിലേക്ക് ഇനി ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി ടൈറ്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വെള്ളവും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ മസാല ചെമ്മീത്തിൻ്റെ എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കാം. ചെമ്മീത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ എടുത്തിരിക്കുന്ന അളവിൽ മസാല എടുത്താൽ കുട്ടികൾക്ക് പോലും കഴിക്കാം. അത്രയ്ക്ക് എരിവൊന്നും ഉള്ളതല്ല. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് നാടൻ മുളക് പൊടിയും ചേർക്കാം, കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇപ്പം ഞാനതെല്ലാം നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്കൊരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മൈദയും 2 ടീസ്പൂൺ കോൺഫ്ലവറും എടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം. തരിയായി പൊടിച്ച കുരുമുളക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിനുള്ള 1 പിഞ്ച് ഉപ്പും ചേർക്കാം. 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല കട്ടിയുള്ള ഒരു ബാറ്ററാക്കി കലക്കിയെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് നല്ല കട്ടിയിൽ കലക്കിയെടുക്കാം. ഒത്തിരി ലൂസായി പോകരുത്, ഒത്തിരി കട്ടിയായും പോകരുത്. നമുക്ക് ചെമ്മീൻ ഇതിൽ മുക്കിയെടുക്കാനുള്ളതാണ്. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അത് ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 10 മിനിറ്റിന് ശേഷം മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 4 ചെമ്മീനും ഞാൻ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറേശ്ശെ ബ്രെഡ് ക്രംസ് തൂവി കൊടുക്കാം. ഈ സമയത്ത് അടുത്തൊരു അടപ്പിൽ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. കുറച്ച് എണ്ണ മതിയാവും ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അതുകൊണ്ട് കുറച്ച് എണ്ണ ചൂടാക്കിയെടുക്കാം. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ ചെമ്മീനും ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയും. അതുകൊണ്ട് ലോ ടു മീഡിയം ഹീറ്റിൽ വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിടാം. ചെമ്മീൻ അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. കൂടുതൽ കരിഞ്ഞു പോകാതെ നമ്മൾ ഗോൾഡൻ നിറമാകുമ്പോൾ തന്നെ ഇത് തിരിച്ചിടാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മതിയാകും ഇത് റെഡിയാവാൻ. 2 സൈഡും 3 മിനിറ്റിൽ കൂടുതൽ നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വേവിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ കല്ലിച്ച് പോകും. അതുകൊണ്ട് ഒത്തിരി മൊരിഞ്ഞു പോകാതെ എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റാം. ഇതിപ്പോൾ 2 സൈഡും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. വെജിറ്റബിൾ കൊണ്ട് അലങ്കരിച്ച പ്ലേറ്റിലാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. വെജിറ്റബിളിൻ്റെ കൂടെ കഴിച്ചാൽ വളരെ നല്ലതാണ്, ഹെൽത്തിയുമാണ്. ഒരു ചെമ്മീത്തിൻ്റെ ഈ നഗറ്റ്സിന് ഒത്തിരി കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ കൂടെ ധാരാളം റോ വെജിറ്റബിൾസും കൂടെ കഴിക്കുന്നത് വളരെ ഹെൽത്തി ആയിരിക്കും. ഇതൊരു പ്ലേറ്റിലുള്ളത് 4 പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചെമ്മീൻ നഗറ്റ്സ് ആണിത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്